Praise God. ദൈവത്തിന് മഹത്വം. I feel good vibes today morning. ഇന്ന് രാവിലെ നല്ല വൈബാണ്. God is good, amen. ദൈവം നല്ലവനായ ദൈവമാകുന്നു. ആമേൻ. Last week we heard from Pastor Kavita how we need to have faith to arise and build. എഴുന്നേറ്റ് പണിയുവാനായിട്ടുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ കവിതയിൽ നമ്മൾ കേട്ടു. We saw from the life of Nehemiah how he arose and built the walls of Jerusalem. യെരുശലേമിന്റെ മതിലുകളെ എപ്രകാരം നെഹമ്യാവ് എഴുന്നേറ്റ് പണിതു എന്നുള്ളത് നാം കാണുകയുണ്ടായി. Today we are going to look into a different aspect of faith. നാം വിശ്വാസത്തിന് മറ്റൊരു മേഖല നാം ഇന്ന് കാണാൻ പോകുന്നു. Faith that works even in the midst of pain. വേദനയുടെ മധ്യേയും പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെ ശക്തി. Faith works in the midst of pain. വേദനയുടെ മധ്യത്തിലും പ്രവർത്തിക്കുന്ന വിശ്വാസം. It's faith that sustained Shadrach, Meshach and Abednego when they were thrown into a fiery furnace. എപ്രകാരം ചൂടുള്ളതായിട്ടുള്ള ഒരു തീ കനലിലേക്ക് അവരെ എറിയപ്പെട്ടപ്പോഴും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും നടത്തിയത് വിശ്വാസമാണ്. Trusting that God could save them, and even if He did not, they were faithful. അവർ വിശ്വസിച്ചു ദൈവം അവരെ വിടുവിക്കുമെന്ന്. വിടുവിച്ചില്ലെങ്കിലും വിശ്വസ്തരാകുവാൻ അവർ തീരുമാനിച്ചു. A faith that moved a painful Abraham to obey God when he was asked to sacrifice his only begotten son Isaac. തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗത്തിൽ കൊടുക്കുവാനായിട്ട് ദൈവം ചോദിച്ചപ്പോൾ ആ വേദനയുടെ മധ്യേയും തന്നെ അനുസരിക്കുവാൻ സഹായിച്ചത് അബ്രഹാമിന് അത് വിശ്വാസമാണ്. A faith that enabled Noah to wait patiently for 100 years. 100 വർഷം കാത്തിരിക്കുവാനായിട്ട് ബലപ്പെടുത്തിയതായിട്ടുള്ള നോഹയെ ബലപ്പെടുത്തിയതായിട്ടുള്ള വിശ്വാസം. A faith that strengthened and hurt Joseph when he was betrayed by his own brothers. തന്റെ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ടപ്പോഴും ഉറച്ചു നിൽക്കുവാനായിട്ട് ആശ്വസിക്കുവാനായിട്ടെല്ലാം യോസേഫിനെ സഹായിച്ച വിശ്വാസം. A faith that moved Job to ignore his wife's painful provocation when she said, "Curse God and die." ദൈവത്തെ പഴിച്ച് നീ മരിക്കുക എന്ന ഇയ്യോബിന്റെ ഭാര്യ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോഴും പ്രകോപിപ്പിച്ചപ്പോഴും ഇയ്യോബിനെ ഉറച്ചു നിൽക്കുവാൻ സഹായിച്ചത് അത് തനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. A faith that came from Job that said, "Shall we accept good from God only or not trouble?" ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇയ്യോബ് ചോദിക്കുകയാണ്, അതായത് നാം ദൈവത്തിൽ നിന്ന് മാത്രം നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതോ ചില പ്രയാസങ്ങളും സ്വീകരിക്കുമോ? A faith that kept Paul and Silas singing and praying in the prison. കാരാഗൃഹത്തിലും പാടുവാനും ആരാധിക്കുവാനും എല്ലാം പൗലോസിനെയും ശീലാസിനെയും സഹായിച്ചതായിട്ടുള്ള വിശ്വാസം. Faith that gave Jesus to endure the cross. ക്രൂശ് സഹിക്കുവാൻ യേശുവിനെ സഹായിച്ച വിശ്വാസം. True faith does not waver in suffering. യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം എന്നുള്ളത് കഷ്ടതയിൽ ആടി ഉലകയില്ല. True faith clings to God knowing that He is faithful even when circumstances seems unbearable. യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത കഷ്ടങ്ങൾ വരുമ്പോഴും കർത്താവിലേക്ക് അടുത്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള അനുഭവമാണ്. Many of you know what happened in my life, the club, and in the past couple of weeks. നിങ്ങളിൽ പലർക്കും അറിയാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്. I went through some of the deepest pains in my life. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഴമായിട്ടുള്ള ചില വേദനയിലൂടെ ഞാൻ കടന്നുപോയി. My own elder brother went to be with the Lord. എൻ്റെ സ്വന്തം മൂത്ത സഹോദരൻ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടു. Some of these notes about pain and faith I prepared before his death, not knowing that he will go. എന്നാൽ ഈ ചില വേദനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള ഈ നോട്ട്സ് എല്ലാം ഞാൻ അല്പം മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്, അദ്ദേഹം കടന്നു പോകുമെന്ന് അറിയാതെ. Before my brother died, I was teaching about our church staff about handling pain. എൻ്റെ സഹോദരൻ കടന്നു പോകുന്നതിന് മുമ്പാകെ ചർച്ച് സ്റ്റാഫിനെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെ വേദന കൈകാര്യം ചെയ്യണമെന്നുള്ളത്. When I was teaching our church staff, I knew I will eventually be teaching the church. എന്നാൽ അത് ചർച്ച് സ്റ്റാഫിനെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്കറിയാമായിരുന്നു ഞാൻ ഇത് ആത്യന്തികമായി സഭയെ ഞാൻ പഠിപ്പിക്കുമെന്നുള്ളത്. Hallelujah, but I want you to understand the concept of faith. എന്നാൽ നിങ്ങൾ concept of pain. എന്നാൽ ഈ വേദനയെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. To understand how faith works in the midst of pain, we need to understand what is pain. വേദനയുടെ മധ്യത്തിൽ വിശ്വാസം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം വേദന എന്തെന്ന് നാം മനസ്സിലാക്കണം. Philip Yancey, the Christian author, says pain is actually a gift from God. ഫിലിപ്പ് യാൻസി എന്നുള്ള ക്രിസ്ത്യൻ ഗ്രന്ഥകാരൻ പറയുകയാണ്, അതായത് വേദന എന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു വരമാണ്. Pain shows that there is a problem. വേദന കാണിക്കുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്. Pain grabs our attention and tells there is a problem somewhere. വേദന നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പറയുകയാണ് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. Physical pain tells there is a problem and it's time to see a doctor. ശാരീരികമായിട്ടുള്ള വേദന നമ്മോട് പറയുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണുവാൻ സമയമായി. And our inner pain tells there is a problem inside
And it is time to see the great doctor. എന്നാൽ നമ്മുടെ അകത്തുള്ള വേദന നമ്മോട് പറയുന്നത് എന്തോ ഒരു പ്രശ്നം അവിടെയുണ്ട്, ഏറ്റവും വലിയ ഡോക്ടറിനെ കാണുവാൻ സമയമായിരിക്കും. Whenever our heart pains, you know what? Our inner system is telling it's time to have an appointment with God. നമ്മുടെ ഹൃദയം ഏറെ വേദനിക്കുമ്പോൾ അത് നമ്മോട് പറയുന്നത്, നമ്മുടെ അകത്തെ വ്യവസ്ഥ നമ്മളോട് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഡോക്ടറായിരുന്ന ദൈവത്തെ കാണുവാൻ സമയമായി. Our inner system is telling, hey, you need help. നമ്മുടെ അകത്തെ വ്യവസ്ഥ നമ്മളോട് പറയുകയാണ്, നിനക്ക് സഹായം ആവശ്യമാണ്. Pain is a gift that nobody wants. ആർക്കും ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ദാനമാണ് വേദന എന്ന് You know, പറയുന്നത്. pain can be anything. It can be unanswered prayer. വേദന പലതായിരിക്കാം. നമുക്ക് ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളായിരിക്കാം. It can be sickness, job loss, അല്ലെങ്കിൽ അസുഖത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ജോലി നഷ്ടമാകുക, failure, barrenness, death of a loved one. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥ, പരാജയം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം, ഇതൊക്കെ ആകാം. Pain of rejection. തിരസ്കരിക്കപ്പെടുന്നതിന്റെ വേദന. Pain or suffering is a gift. Nobody claims or praise. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത്, അതിന്റെ വേദന ഒന്നും അതിലൊന്നും ആർക്കും സ്തുതി ചെയ്യാനായിട്ടില്ല. Philip Yancey says it's an unpleasant sensation that cries out, help me. അപ്പോൾ വേദന എന്ന് പറയുന്നതിനെ കുറിച്ച് ഫിലിപ്പ് യാൻസി പറയുന്നത് അത്ര സുഖകരമല്ലാത്തൊരു അനുഭവമാണ്. അതിൽ നിന്ന് നമ്മൾ പറയുകയാണ്, എന്നെ സഹായിക്കൂ. We have to be grateful not for the pain but for the opportunity to respond. എന്നാൽ നമുക്ക് വേദനയെക്കുറിച്ചല്ല നന്ദി പറയേണ്ടത്, എന്നാൽ അതിനോട് പ്രതികരിക്കുവാനുള്ള അവസരത്തെക്കുറിച്ച് നന്ദി പറയണമെന്ന് അദ്ദേഹം പറയുകയാണ്. To form good out of what looks bad. അതായത് To form good out of what looks bad. മോശമെന്ന് കാണുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നല്ലതിനെ ഉണ്ടാക്കുവാനുള്ള കഴിവിനെ കുറിച്ച് ഓർത്ത്. Dr. Paul Brand worked among the leprosy patients in India. ഡോക്ടർ പോൾ ബ്രാൻഡ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അദ്ദേഹം വേല ചെയ്തു. People who have leprosy, you know that they have no pain sensation. നിങ്ങൾക്കറിയാമോ, കുഷ്ഠരോഗികൾക്ക് അവർക്ക് വേദനയുടെ അനുഭവം ഉണ്ടാവുകയില്ല. He says pain must hurt, that it demands action. അപ്പം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വേദന നിശ്ചയമായും അത് വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ വരണം, അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. Because if you have no pain sensation like a leprosy patient, you can put your hand in fire and it will not hurt you. അതായത് ഒരു കുഷ്ഠരോഗിയുടെ അനുഭവം പോലെ നിങ്ങൾക്ക് വേദന മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തീയിൽ കൈവച്ചാലും വേദനിക്കുകയില്ല. So it is not enough to be alert that pain is present. അപ്പോൾ വേദന ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, Pain must hurt, that it demands action. അതിൽ നിന്ന് ഒരു വേദന ഉണ്ടായാൽ മാത്രമേ അതിന് ചേർന്നതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയൂ. Pain, if left unattended, can lead to a broken and a wounded soul. ആ വേദന വരുമ്പോൾ അതിന് ആവശ്യമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ തകർന്ന മുറിവേറ്റിരിക്കുന്ന ഒരു ആത്മാവാകുവാൻ കാരണമാകും. Just like pain in your body can leave you with infection. നിങ്ങളുടെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടെങ്കിൽ അതിന് പിന്നീട് അണുബാധ ഉണ്ടാകുവാൻ കാരണമാകുന്നത് പോലെ, If pain inside your heart is not attended, you can end up being a broken and a wounded soul. അതുപോലെ തന്നെ ഹൃദയത്തിൽ ഒരു വേദന ഉള്ളത് നിങ്ങൾ അതിനെ ശരിയായ രീതിയിൽ പരിചരിച്ചില്ലെങ്കിൽ തകർന്ന് മുറിവേറ്റിരിക്കുന്ന ഒരു ആത്മാവാകുവാൻ കാരണമാകും. Few years ago I had a broken toe, small toe. അല്പകാലം മുമ്പാകെ അല്ലെങ്കിൽ അല്പവർഷം മുമ്പാകെ എൻ്റെ കാലിന്റെ വിരലിൽ ചെറുതായിട്ടുള്ള മുറിവുണ്ടായിരുന്നു. The little toe, that's the smallest finger. കാലിലെ ചെറിയ വിരൽ, and it was demanding action. അത് ചില പ്രത്യേക പ്രവർത്തികൾ ചോദിക്കുകയായിരുന്നു. It was demanding that you pay attention. എനിക്ക് ശ്രദ്ധ തരണം എന്നുള്ളത് പറയുകയായിരുന്നു. So I had to make sure that my toe was attended. അപ്പോൾ അതിന് ആവശ്യമായിരിക്കുന്ന ശ്രദ്ധ കൊടുത്തു എന്ന് ഞാൻ ഉറപ്പാക്കി. Because it was painful. കാരണം അവിടെ വേദന ഉണ്ടായി. Pain is a mechanism that forces me to stop what I am doing, pay attention to the hurting member. അപ്പോൾ വേദന എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തി വേദനിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് ശ്രദ്ധ കൊടുക്കാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. That is why the pain is seen as a gift from God. അതുകൊണ്ടാകുന്നു ദൈവത്തിൽ നിന്ന് വേദനയെ ഒരു സമ്മാനം അല്ലെങ്കിൽ ദാനമായി കാണുന്നു. Because God is trying to tell us, the heart inside is telling us, hey, something needs attention. അതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ഹൃദയം നമ്മോട് പറയുകയാണ്, ഏതോ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. Whether you like it or not, pain is an inevitable part of human life. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേദനിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ നിശ്ചയമായും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. We are born into this world by causing pain. നാം വേദനയോടെയാണ് ഈ ഭൂമിയിൽ വരുന്നത്. By pain our mothers bore us. വേദനയിൽ നമ്മുടെ അമ്മമാർ നമ്മെ പ്രസവിച്ചു. You know what? Even Jesus had to go through pain. യേശുക്രിസ്തുവിനും വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. When he started his public ministry, some fellow said, can anything good come from Nazareth? യേശു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ചില വ്യക്തികൾ
ആളുകൾ പറയുകയാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? You know, Pastor Jijo is from Changanasheri. പാസ്റ്റർ ജിജോ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. It's like saying, can something good? I look into Pastor Jijo and say, can something good come from Changanasheri? പാസ്റ്റർ ജിജോ നോക്കിക്കൊണ്ട് ഞാനിപ്പോ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വല്ല നന്മയും വരാൻ പറ്റുമോ? What do you think? You go through rejection. അപ്പം എന്തുമാത്രം ഒരു വേദനയായിരിക്കും അത് കൊണ്ടുവരുന്നത്. Jesus took on people of leprosy, prostitutes, tax collectors, paralytics, and notorious sinners. He walked along with them. യേശുക്രിസ്തു കുഷ്ഠരോഗികൾ, ഇപ്രകാരം ചുങ്കക്കാര്, പാപികൾ, ഇവരുടെ കൂടെ എല്ലാം യേശുക്രിസ്തു നടന്നു. Have you wondered why Jesus have always found in the company of sinners and unwanted people? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു എപ്പോഴും ഇതുപോലെ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ പാപികളായിരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ എപ്പോഴും ഉള്ളത്? Isaiah the prophet prophesies in Isaiah 53 verse 2 to 3. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 2-3 വാക്യങ്ങളിൽ പറയുകയാണ്. And I want to see I will look at the last part of verse 2. It says, there is no beauty that we should desire him. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല. He is despised and rejected by men. Verse 3. 3-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. A man of sorrows and acquainted with grief. വ്യസനപാത്രമായും. As we hid, as it were, our faces were from him. He was despised and we did not esteem him. രോഗം ശീലിച്ചവനായിരുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. Jesus went through a lot of pain. യേശുക്രിസ്തു ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി. He was known as a man of sorrows. യേശുക്രിസ്തു ഒരു വ്യസനപാത്രമായിട്ടാണ് അറിയപ്പെട്ടത്. Despised and hated. നിന്ദിക്കപ്പെട്ടും വിദ്വേഷിക്കപ്പെട്ടും. And because he went through pain, Jesus was able to connect with people who went through pain. യേശുക്രിസ്തു വേദനയിലൂടെ കടന്നു പോയതുകൊണ്ട് വേദന അനുഭവിക്കുന്നവരെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയുക. That is why they hanged around with Jesus. അതുകൊണ്ടാകുന്നു മറ്റ് വ്യക്തികൾ എല്ലാവരും യേശുവിനോടൊപ്പം നടന്നത്. You know, these people that were hurting inside. അതായത് അകത്ത് വേദനയുള്ളവർ, the prostitutes, വേശ്യകൾ, the tax collectors, ചുങ്കക്കാര്, they were all hurting inside. അവരെല്ലാം അകത്ത് വേദനയുണ്ട്. And they knew that Jesus also went through pain. അവർക്കറിയാം യേശുവും വേദനയിലൂടെ കടന്നുപോയി. They did not hang out with the Pharisees because they loved comfort. അവർക്ക് പരീശന്മാരുടെ അല്ലെങ്കിൽ സദൂക്യരുടെ കൂടെ ഒന്നും അവർ പോയില്ല, കാരണം അവർക്ക് സൗകര്യങ്ങളായിരുന്നു ഇഷ്ടം. And Pharisees did not connect with people because of comfort. പരീശന്മാരാണെങ്കിലോ വ്യക്തികളുമായിട്ട് അവർ ഇടപെട്ടില്ല, കാരണം അവർക്ക് സൗകര്യങ്ങളായിരുന്നു പ്രധാനം. So pain is an inevitable part of human life. Pain was an inevitable part of the life of Jesus. അതുകൊണ്ട് യേശുവിന്റെ ജീവിതമാണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് വേദന. You know, pain serves a valuable purpose, but the problem is its origin can be challenging to be comprehend. ഈ വേദന എന്ന് പറയുന്നത് നിശ്ചയമായും നല്ല ഒരു പ്രവൃത്തിയിലേക്ക് സഹായിക്കുവാൻ കഴിയുമെന്നാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ എളുപ്പമല്ല. Generally man goes through pain because we live in a fallen world. മനുഷ്യൻ ഒരുപക്ഷെ വേദനയിലൂടെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാം വീണു കിടക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നു. We are fallen people living in a fallen world. നാം വീണു കിടക്കുന്ന വ്യക്തികൾ വീണിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുന്നു. That's the general reason. അത് ഒരു പൊതുവായിട്ടുള്ള കാരണമാണ്. But most of us want to know, why am I going through this particular pain? എന്നാൽ പലരുടെയും ആഗ്രഹം ഈ വേദനയിലൂടെ എന്തുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു എന്നറിയാനാണ്. Why don't I have a great job? എന്തുകൊണ്ട് എനിക്ക് നല്ലൊരു ജോലിയില്ല? Why can't I study in the best college? എന്തുകൊണ്ട് എനിക്ക് ഏറ്റവും മികച്ച കോളേജിൽ പഠിക്കുവാൻ Why കഴിയുന്നില്ല? am I not having children? എന്തുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല? Why is my daughter not getting married? എന്തുകൊണ്ട് എൻ്റെ മകൾ അവൾ വിവാഹിതരാകുന്നില്ല? Maybe the pain is because of an attack of the enemy. ഒരുപക്ഷെ ആ വേദന പിശാചിന്റേതായിട്ടുള്ള ആക്രമണം മൂലമായിരിക്കാം. Just like how it was in Job's case. യോബിന്റേതായിട്ടുള്ള കഥയിൽ എങ്ങനെയായിരുന്നു അതുപോലെ. Sometimes the pain can be caused by our own foolishness and wrong choices. ചിലപ്പോൾ ഈ വേദന വരുന്നത് നമ്മുടെ തന്നെ വിഡ്ഢിത്തം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ കാരണമായിരിക്കാം. James was beheaded. The persecution in the land caused him to lose his life. യാക്കോബിനെ സംബന്ധിച്ചാണെങ്കിലോ തന്റെ ജീവിതം പോയത് അല്ലെങ്കിൽ ജീവൻ പോയത് താൻ പീഡനം അനുഭവിച്ചുകൊണ്ടാണ്. Sometimes the reasons may not be known to us. ചില സമയത്ത് അതിന്റെ കാരണങ്ങൾ നമുക്ക് അറിയുകയില്ല. The thing is that when there is a delayed answer to your prayer, understanding the reasons for your pain does not heal your pain. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തപ്പോൾ നാം ചിന്തിക്കുന്നത് ഇതിന്റെ കാരണം അറിഞ്ഞാൽ നമ്മൾ സൗഖ്യപ്പെടുമെന്നുള്ളത്, എന്നാൽ അങ്ങനെയല്ല. We think a theological answer to my pain can soothe our pain. നാം ചിന്തിക്കുന്നത് എൻ്റെ വേദനയ്ക്ക് പരിഹാരമാകാൻ പോകുന്നത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉത്തരമാണെന്നാണ്. You know, doctors are here. If you tell the patient the reason of that pain
Does it heal the pain? ഇവിടെ ഡോക്ടർമാരുണ്ട്. അപ്പം ഇപ്പം ഒരാൾക്ക് വേദന വരികയാണ്, അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന മാറുമോ? So a theological answer cannot soothe our pain. അതുകൊണ്ട് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചതുകൊണ്ട് നമ്മുടെ വേദന പോകുന്നില്ല. We want to know the philosophy. A philosophy can explain difficult things. നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം അറിയണമെന്നുണ്ട്. അതൊരു പക്ഷേ കാര്യങ്ങളെ വിവരിച്ചു തരുമായിരിക്കാം. But it has no power to change difficult situations. എന്നാൽ നമ്മുടെ പ്രയാസഘട്ടങ്ങളെ മാറ്റുവാനായിട്ടുള്ള ശക്തി അതിനില്ല. Many times we want reasons, but the reasons cannot transform us. പല സമയത്തും നമുക്ക് അതിന്റെ കാരണങ്ങൾ അറിയണം, എന്നാൽ കാരണങ്ങൾക്ക് നമ്മളെ മാറ്റുവാൻ കഴിയില്ല. Reasons cannot transform us, but today I want to declare the presence can transform us. കാരണങ്ങൾക്ക് നമ്മളെ മാറ്റുവാൻ കഴിയുകയില്ല, എന്നാൽ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നമ്മളെ മാറ്റുവാൻ കഴിയും. Hallelujah. Hallelujah. God may or may not tell the reason. ദൈവം ഒരുപക്ഷേ കാരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരിക്കാം, But ഇല്ലെങ്കിൽ his ഇല്ലായിരിക്കാം. presence is the answer that we need. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. The answer is not the answer that you're looking for. That answer will not heal you. നാം നോക്കുന്നതായിട്ടുള്ള ആ ഉത്തരം ഒരുപക്ഷെ നമ്മെ സൗഖ്യപ്പെടുത്തുകയില്ല. But the answer is the presence of God. എന്നാൽ ശരിയായിട്ടുള്ള ഉത്തരം ദൈവ സാന്നിധ്യമാണ്. You know, generally suffering has two main issues. പ്രധാനമായിട്ട് ഈ കഷ്ടതയ്ക്ക് രണ്ട് കാരണങ്ങളുണ്ട്. One is cause. ഒന്ന് അതിന്റെ കാരണം. Why am I suffering? ഞാൻ എന്തുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നു? Who did it? ആരിത് ചെയ്തു? Is his sin or his parents' sin? അവന്റെ പാപമാണോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുടെ പാപമാണോ? And the second issue is the response. രണ്ടാമതായിട്ട് നമ്മുടെ പ്രതികരണം. If you look at the life of Job, ഇയ്യോബിന്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ God did not tell Job the cause of his suffering. ദൈവം ഇയ്യോബിനോട് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അവൻ കഷ്ടം അനുഭവിക്കുന്നത്. But God focused on part 2, Job's response. എന്നാൽ ദൈവം ശ്രദ്ധിച്ചത് രണ്ടാമത്തെ ഭാഗത്തിലായിരുന്നു ഇയ്യോബിന്റെ പ്രതികരണം എന്താണ്. The Bible says in Job chapter 38, God spoke to Job in a whirlwind. അപ്പോൾ ഇയ്യോബിന്റേതായിട്ടുള്ള പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ദൈവം ഇയ്യോബിനോട് ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് ഉത്തരം അരുളിയതാണ്. Somebody, said like this, Job was looking God to explain, but God explodes in Job chapter 38. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറയുകയായിരുന്നു ദൈവം വിശദീകരിക്കും എന്നാണ് ഇയ്യോബ് പ്രതീക്ഷിച്ചത്, എന്നാൽ ദൈവം എക്സ്പ്ലോഡ് ചെയ്തു എന്ന് പറയുകയാണ്. God asked Job, where were you when I laid the foundations of the earth? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാനം ഞാൻ ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. Can you command the morning and control the sea? നിനക്ക് പ്രഭാതത്തോട് നിനക്ക് കൽപ്പിക്കുവാൻ കഴിയുമോ? നിനക്ക് നിനക്ക് കടലിനെ നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയുമോ? God asked, have you entered the storehouse of snow? ഈ സമുദ്രം അല്ലെങ്കിൽ ഈ The storehouse of മേഘത്തിന് അതിന് ഉടുപ്പുണ്ടാക്കി എന്നൊക്കെ പറയുകയാണ്. God is telling Job, do not tell me how to run the universe. ദൈവം അപ്പോൾ യോബിനോട് പറയുകയാണ് ഈ പ്രപഞ്ചത്തെ എങ്ങനെ നടത്തണം എന്നുള്ളത് നീ എന്നോട് പറയണ്ട. God is telling Job, running the universe is in my control. ദൈവം യോബിനോട് പറയുകയാണ് ഈ പ്രപഞ്ചത്തെ എങ്ങനെ നടത്തണം എന്നുള്ളത് അത് എന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. But your response is under your control. എന്നാൽ നിന്റെ പ്രതികരണം എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. Our response should be the presence of God, not the answers. നമ്മുടെ പ്രതികരണം എന്നുള്ളത് ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യമായിരിക്കണം ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഉത്തരങ്ങളല്ല. Our response should not be our stubbornness to know the cause. ഈ കാരണം എന്തെന്ന് അറിയുവാനായിട്ടുള്ള നമ്മുടെ ഹൃദയ കാഠിന്യമാകരുത് നമ്മുടേതായിട്ടുള്ള പ്രതികരണം. Oh, God revealed himself to Job. He came in a whirlwind. ദൈവത്തെ തന്നെ ഇയ്യോബിനെ വെളിപ്പെടുത്തി ഒരു ചുഴലിക്കാറ്റിൽ ഉത്തരമരുളി. The answer was God himself. ദൈവം തന്നെയായിരുന്നു അതിന്റെ ഉത്തരം. When Abraham goes through long periods of not having a child, ഒരു കുഞ്ഞില്ലാതെ അബ്രഹാം ഒരു ദീർഘകാലം അങ്ങനെ പോകുമ്പോൾ, the Bible says God appeared once to Abraham and said, I am your exceedingly great reward. തിരുവചനം പറയുന്നത് ദൈവം അബ്രഹാമിനെ വെളിപ്പെട്ട് പറയുകയാണ് ഞാൻ തന്നെ നിന്റെ വലിയതും മഹത്വവുമായിട്ടുള്ള പ്രതിഫലമാകുന്നു. In the midst of pain, but promise is there. ആ വേദനയുടെ മധ്യേ വാഗ്ദത്തമുണ്ട്. God is telling, I am the answer. ഞാനാകുന്നു ഉത്തരമെന്ന് ദൈവം പറയുകയാണ്. Not the Isaac. ഇസഹാക്കല്ല. Hallelujah. Hallelujah. God said, I am your exceedingly great reward. ഞാനാകുന്നു നിങ്ങളുടെ വലിയതായിട്ടുള്ള പ്രതിഫലം. That is our response when we go through pain. അതാകുന്നു നാം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്. I want to look into how Jesus responded to pain. യേശു എങ്ങനെ വേദനയോട് പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. In John chapter 11, യോഹന്നാന്റെ പുസ്തകം 11-ാം അധ്യായം verse 23, 23-ാമത്തെ വാക്യം, Jesus said, the hour has come for the Son of Man to be glorified. യേശു അവളോട് 11:23. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. Okay, I think maybe it's John chapter 12. Just look at John.
John chapter 12, verse. Yeah, John chapter 12, verse 23. Sorry. യോഹന്നാന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. You know, for Jesus, the hour of pain was the hour to obey his Father. യേശുവിന് വേദനയുടേതായുള്ള നാഴിക എന്ന് പറയുന്നത് പിതാവിനെ അനുസരിക്കുവാനുള്ള It നാഴികയായിരുന്നു. was the hour to glorify the Father. അത് പിതാവിനെ മഹത്വപ്പെടുത്തുവാനായുള്ള നാഴികയായിരുന്നു. God may or may not remove pain from our lives. ദൈവം ഒരുപക്ഷെ വേദന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമായിരിക്കാം, മാറ്റില്ലായിരിക്കാം. But that does not mean God sits idly and he watches the show. അതിന്റെ അർത്ഥം ദൈവം അവിടെ സുഖമായിട്ടിരുന്ന് നാം പ്രയാസപ്പെടുന്ന ആ ഷോ കാണുകയാണെന്നല്ല അതിന്റെ അർത്ഥം. He is not sitting back and he's watching us suffer in isolation. നാം ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നത് ദൈവം കണ്ട് സുഖിക്കുകയല്ല. You know, that is the picture that Satan wants us to have. അത് പിശാച് നമ്മൾ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ്. God is enjoying heaven ദൈവം സ്വർഗം ആസ്വദിക്കുന്നു, while we are suffering on earth. നാം ആണെങ്കിലോ ഭൂമിയിൽ കഷ്ടപ്പെടുന്നു. Hallelujah. Hallelujah. You know, that is a lie from the devil. അത് പിശാചിൽ നിന്നുള്ള വലിയൊരു നുണയാണ്. You know, God became man, he took on pain. ദൈവം മനുഷ്യന്റെ രൂപമെടുത്തു, വേദന സ്വീകരിക്കുകയാണ്. And therefore we have no right to tell God, you do not understand what I am going through. അതുകൊണ്ട് ഞാൻ ഈ കടന്നു പോകുന്ന കാര്യമൊന്നും ദൈവത്തിന് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. Because he became one of us. കാരണം ഈ യേശു നമ്മളിൽ ഒരുവനായി. There is good response to pain and also bad responses to pain. വേദന വരുമ്പോൾ അതിന് നല്ല പ്രതികരണവുമുണ്ട്, തെറ്റായിട്ടുള്ള പ്രതികരണവുമുണ്ട്. Philip Yancey says that. ഫിലിപ്പ് യാൻസി ഇങ്ങനെ പറയുകയാണ്. When many people ask, where is God when it hurts? അനേക വ്യക്തികൾ അവർക്ക് വേദന വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ദൈവം എവിടെ? He said that God is on the cross. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവം ക്രൂശിലാകുന്നു. And he went through everything that you and I can ever possibly think about. എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ ചിന്തിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതെല്ലാം ദൈവം ക്രൂശിൽ സഹിച്ചിരിക്കുന്നു. Therefore, do not think God cannot understand. അതുകൊണ്ട് ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. While we were still sinners, Christ died for us. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. You know, there are a lot of bad responses to pain. വേദനയ്ക്ക് തെറ്റായിട്ടുള്ള പല പ്രതികരണങ്ങളുമുണ്ട്. One of the responses, we suffer in isolation. ഒന്ന് എന്ന് പറയുന്നത് നാം കൂട്ടം വിട്ട് ഒറ്റയ്ക്കിരിക്കും. We don't like to suffer. We don't like to seek help. നമുക്ക് സഹായം ചോദിക്കാൻ താല്പര്യമില്ലാതിരിക്കുക. Sometimes we think that only I am going through pain. ചില സമയത്ത് നാം ചിന്തിക്കുന്നത് ഞാൻ മാത്രം വേദനയിലൂടെ കടന്നു പോകും. Many years ago, I was talking to an elderly man who lost his wife. അനേക വർഷങ്ങൾക്ക് മുമ്പാകെ ഞാൻ തന്റെ ഭാര്യ മരിച്ചതായിട്ടുള്ള ഒരു മുതിർന്ന വ്യക്തിയോട് ഞാൻ സംസാരിക്കുകയാണ്. And he was expecting God to heal his wife. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്റെ ഭാര്യയെ ദൈവം സുഖപ്പെടുത്തുമെന്നായിരുന്നു. And he told me only I am going through pain. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മാത്രം ഈ വേദനയിലൂടെ കടന്നു പോകും. I said, I understand that you're going through pain. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വേദനയിലൂടെ കടന്നു പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. But your wife died after 40 plus years of marriage. എന്നാൽ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 40 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം താങ്കളുടെ ഭാര്യ മരിച്ചിരിക്കുന്നു. There are many who did not have that privilege. എന്നാൽ അനേകർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ So മനസ്സിലാക്കണം. there are others also who are going through pain. അതുകൊണ്ട് ഞാൻ താങ്കളോട് പറയട്ടെ, മറ്റുള്ളവരുമുണ്ട് ഇപ്രകാരമുള്ള വേദനയിലൂടെ കടന്നു പോകുന്നവർ. Another bad response is we want all the explanations. മറ്റൊരു തെറ്റായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത് എല്ലാത്തിനെ കുറിച്ചുള്ള വിശദീകരണം നമുക്ക് വേണം. Job wanted answers, his friends also wanted answers. യോബിനും ഉത്തരം വേണമായിരുന്നു, തന്റെ സുഹൃത്തുക്കൾക്കും We വേണമായിരുന്നു. like to quote theology when somebody else is suffering. ആരെങ്കിലും വേദനയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. Brother, believe. സഹോദര വിശ്വസിക്കുക. You know, we like to quote theology. നമുക്ക് ഈ ദൈവശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. We like to blame God. ദൈവത്തെ പഴിചാരുവാൻ നമുക്ക് ഇഷ്ടമാണ്. Sometimes we like to mask pain with busyness of life. ചില സമയത്ത് നമുക്ക് വലിയ വേദന വരുമ്പോൾ തിരക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ തിരക്കാക്കിക്കൊണ്ട് നാം നമ്മുടെ ശ്രദ്ധ മാറ്റുകയാണ്. They say it is good to be distracted. അവർ ചിലർ പറയുന്നത് അങ്ങനെ ശ്രദ്ധ മാറ്റുന്നത് അല്പം നല്ലതാണ്. It is true to a certain extent. അല്പം അത് നല്ലതാണ്. But what do you do when you come home at the end of the day? എന്നാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും? That pain will be sore. ആ വേദന വീണ്ടും വീണ്ടും അത് വേദനിക്കുന്ന അനുഭവത്തിൽ തന്നെ ആയിരിക്കും. Another bad response is a lie that we will believe that this pain will never leave us. അടുത്തതായിട്ട് നാം ഒരുപക്ഷെ ചിന്തിച്ചു പോകുന്ന നുണ എന്ന് പറയുന്നത്, തെറ്റായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, ഈ വേദന ഇനി ഒരു കാലത്തും പോവുകയില്ല എന്നുള്ള ചിന്ത. We will carry the pain to our graves. ഈ വേദനയും കൊണ്ടാണ് ഞാൻ എന്റെ കുഴിയിലേക്ക് പോകുന്നത് നാം ചിന്തിക്കുന്നത്. When Jacob heard that his son Joseph was dead, യാക്കോബ് ഇപ്രകാരം കേൾക്കുകയാണ്, തന്റെ മകനായ യോസേഫ് മരിച്ചു. he said, I refuse to be comforted. ഞാൻ
ഞാനിപ്പോൾ ആശ്വസിക്കപ്പെടുവാൻ ഞാൻ തയ്യാറല്ല എന്ന് I പറയും. will go down to the grave with this grief. ഈ വിഷാദം കൊണ്ട്, ഈ വ്യസനം കൊണ്ട് ഞാൻ എൻ്റെ ശവക്കല്ലറയിലേക്ക് ഞാൻ പോകുമെന്ന് We പറയുകയാണ്. think pain will never leave us. നാം ചിന്തിക്കുന്നു ഒരു പക്ഷേ അതായത് ഈ വേദന വിട്ടുമാറുകയില്ല. The question is, are we equipped to deal with pain? എൻ്റെ ചോദ്യം, ഈ വേദനയുമായി ഇടപെടുവാനായിട്ട് നാം സജ്ജരാണോ? What have we built on the inside of you? നിങ്ങളുടെ അകത്ത് നിങ്ങൾ എങ്ങനെയുള്ള പണിയാണ് ചെയ്തിരിക്കുന്നത്? J. Robertson McQuillan, who is the president of Columbia Bible College, കൊളംബിയ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജെ റോബർട്ട്സൺ മക്മില്ലൻ, he was approached by an elderly lady. ഒരു മുതിർന്ന സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, Her body was in the decline, her beauty was being replaced by thinning hair and wrinkles. Her body was in decline. അപ്പോൾ തൻ്റെതായിട്ടുള്ള ശരീരം ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. She was getting old. താൻ പ്രായത്തിലേക്ക് വന്നിരിക്കുന്നു. She has had skin discoloration. തൻ്റെ ചർമ്മത്തിൽ ചില നിറത്തിന്റെ വ്യത്യാസം വന്നിരിക്കുന്നു. She could no longer do the things that she once could. താൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. So she said, Robertson, why does God let us be old and weak? അപ്പോൾ ആ വ്യക്തി ചോദിക്കുകയാണ്, റോബർട്ട്സൺ, എന്തുകൊണ്ട് പ്രായം കൂടുവാനും ബലം കുറയുവാനായിട്ടും ദൈവം അനുവദിക്കുന്നു? Why am I hurting? എന്തുകൊണ്ട് എനിക്ക് വേദന വരുന്നു? When I heard this answer, I was saying, Lord, I want to be old. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചു, എനിക്കൊന്ന് പ്രായമാകണം. At its pace only. At its pace. അതിൻ്റെതായിട്ടുള്ള സമയത്ത് മതി. But he said like this. എന്നാൽ അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുക, Beautiful answer. വളരെ മനോഹരമായ ഉത്തരം. He said, God has planned the strength and beauty of youth to be physical. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവം ശരീരത്തിൻ്റെതായിട്ടുള്ള സൗന്ദര്യവും ശക്തിയും എന്ന് പറയുന്നത് അത് ദൈവം യുവത്വത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. That is why we look into our young old photos and we look, oh, we are so handsome and beautiful. അതുകൊണ്ടാണ് നാം പലപ്പോഴും നമ്മുടെ യുവത്വത്തിലെ പടങ്ങളെല്ലാം കണ്ട് നാം പറയുന്നത് വളരെ മിടുക്കനായിരിക്കുന്നു, അല്ലെങ്കിൽ സുന്ദരനായിരിക്കുന്നു, സുന്ദരിയായിരിക്കുന്നു ഒക്കെ പറയുന്നത്. But the strength and beauty of age is in the spiritual. എന്നാൽ പ്രായത്തിൽ നാം മുതിരുമ്പോൾ അവിടെയുള്ള ശക്തിയും സൗന്ദര്യം എന്ന് പറയുന്നത് അത് ആത്മാവിലാണ്. We gradually lose the strength and beauty that is temporary. നമുക്ക് താൽക്കാലികമായിട്ടുള്ള ശക്തിയും സൗന്ദര്യവും നഷ്ടമായിക്കൊണ്ട്, so that we can concentrate on the strength and beauty which is forever. എന്നാൽ എന്നേക്കുമായിട്ടുള്ള ശക്തിയിലും സൗന്ദര്യത്തിലും ശ്രദ്ധിക്കുവാൻ വേണ്ടി ദൈവം അങ്ങനെ ഒരു കാലം ഒരുക്കുകയാണ്. Old age will make us more eager to leave the temporary, the deteriorating part of us. നമ്മുടെ പ്രായത്തിൽ നാം വളരുമ്പോൾ നമ്മുടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ വിട്ടുകളയുവാനുള്ള താല്പര്യം നമുക്കുണ്ടാകും. And God will make us homesick for the eternal home. അതോടൊപ്പം തന്നെ ദൈവം നിത്യമായിട്ടുള്ള ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്കൊരു ഹോം സിക്നസ് കൊണ്ടുവരും. He said, if he stayed young and strong and beautiful. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നാം എപ്പോഴും യുവത്വത്തിൽ തന്നെ ശക്തിയോടെ സൗന്ദര്യത്തോടെ നിന്നാൽ we might never want to leave. നമുക്ക് പിന്നെ ഒരിക്കലും ഇവിടുന്ന് വിട്ടുപോകാൻ തോന്നത്തില്ല. Wow, to survive the spirit must be fed. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആത്മാവ് നാം ബലത്തോടെ പോഷിപ്പിക്കപ്പെടും. So that it can break free the constraints of the body. അതുകൊണ്ട് ശരീരത്തിൻ്റെതായിട്ടുള്ള ആ കെട്ടുകളിൽ നിന്ന് പുറത്തു പോകുവാനായിട്ട് What have you built on the inside? നിങ്ങളുടെ അകത്ത് നിങ്ങൾ എന്തു പണിതിരിക്കുന്നു? If the spirit man is built. നിങ്ങളുടെ ആത്മമനുഷ്യൻ പണിയപ്പെട്ടിട്ടുണ്ടോ? Hallelujah. We are equipped to deal with pain. നാം വേദനയിൽ നാം ഇടപെടാൻ സജ്ജരാകുകയാണെങ്കിൽ, The book of Proverbs says the spirit of a man can sustain himself in sickness. അപ്പോൾ സദൃശവാക്യങ്ങളിൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ആത്മാവിന് അതിന് അസുഖങ്ങളെ ചെറുക്കുവാൻ കഴിയും. But who can bear a broken spirit? എന്നാൽ തകർന്ന ആത്മാവുള്ളവനെ ആർക്ക് എഴുന്നേൽപ്പിക്കുവാൻ You കഴിയും? know, Jesus was ready for the cross. യേശു ക്രൂശിന് വേണ്ടി ഒരുങ്ങി. He was ready. He had prepared himself. യേശു തന്നെത്താൻ ഒരുക്കി. That is why he said the hour has come. അതുകൊണ്ടാകുന്നു യേശു പറഞ്ഞ നാഴിക വന്നിരിക്കുന്നു, For the Son of Man to be glorified. മനുഷ്യപുത്രൻ He തേജസ്കരിക്കപ്പെടുവാൻ. often used to tell to his disciples that I'm going to be crucified. താൻ തന്റെ ശിഷ്യന്മാരോട് നിരന്തരമായി പറയുമായിരുന്നു, ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളത്. He prepared himself for that pain. ആ വേദനയ്ക്ക് വേണ്ടി താൻ തന്നെത്താൻ ഒരുക്കി. 33.5 years he prepared himself for the cross. 33.5 വർഷം ആ ക്രൂശിന് വേണ്ടി യേശു ഒരുങ്ങി. Are we equipped to deal with pain? നാം വേദന സഹിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ജയിക്കുവാനായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ? Hallelujah. ഹല്ലേലൂയ. You know, the greatest act of faith is found in the moment of the greatest pain. നിങ്ങൾക്കറിയാമോ, വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് നാം കാണുന്നത് ഏറ്റവും വലിയ വേദനയുടെ മധ്യയാണ്. You know, many people ask me during this week, how are you, pastor? പല വ്യക്തികളും ഈ ആഴ്ചയിൽ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ ആയിരിക്കുന്നു? But when I told them I'm okay. ഞാൻ അവരോട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, But when I read John 11 verse 27. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോൾ, And Jesus is saying, my soul is troubled. What shall I say? Father, save me from this hour. For this purpose I came to this hour.
അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, കർത്താവേ, എൻ്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നു, കഴിയുമെങ്കിൽ എന്നെ ഈ നാഴികയിൽ നിന്ന് കടന്നു പോകാൻ അനുവദിക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ. So I told them, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, I'm grieving. എനിക്ക് വിഷമമുണ്ട്. And because Jesus said, my soul is troubled. യേശു പറയുകയാണ്, എൻ്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നു. The Son of God was ready to be vulnerable with his heart. മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ തന്റെ ഹൃദയത്തിലെ അനുഭവത്തെ സംബന്ധിച്ച് അത് തുറന്നു പറയാൻ ഒരുക്കമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. He knew what was the greatest act of faith. എന്തായിരുന്നു ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി? Jesus knew that he had to trust his Father. യേശുവിന് അറിയാമായിരുന്നു തന്റെ പിതാവിനെ താൻ വിശ്വസിക്കണം. For the joy that was set before him, നമുക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന ആ സന്തോഷത്തെ കണ്ടുകൊണ്ട് he endured the cross. യേശുക്രിസ്തു ക്രൂശിൽ കയറി. The joy of obeying God. ഈ ദൈവത്തെ അനുസരിക്കുന്നതിന്റെ സന്തോഷം. The joy of trusting that his Father will raise him from the dead on the third day. മൂന്നാം ദിവസം തന്റെ പിതാവ് തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള ആ വിശ്വാസം. In the moment of his greatest pain came the greatest act of faith. തന്റെ ഏറ്റവും വലിയ വേദനയുടെ മധ്യയാകുന്നു ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി The വരുന്നത്. ultimate act of faith that Jesus had was to trust that his Father will raise him from the dead. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തന്റെ പിതാവ് തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള ആ കാര്യമായിരുന്നു. So your greatest moment of pain can be a time where the greatest act of faith can flow through you. നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷമായിരിക്കാം ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഇടയിലൂടെ ഒഴുകുവാൻ കാരണമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. You know, there are some pain that we cannot prepare. ചില സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേദന വരും. There are some pains that we are prepared. Jesus was prepared for the cross. യേശുക്രിസ്തു ക്രൂശിന് വേണ്ടി ഒരുങ്ങി, അതുപോലെ നമുക്ക് ഒരുങ്ങുവാൻ കഴിയുന്ന വേദനകളുണ്ട്. He knew his disciples will betray him. തന്റെ ശിഷ്യന്മാർ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. He knew one among the 12 will betray him. 12 ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കും, കാണിച്ചു കൊടുക്കും എന്ന് യേശുവിന് അറിയാമായിരുന്നു. He knew his next line leader Peter will deny him 3 times. തന്റെ അടുത്ത നേതാവായിരിക്കുന്ന പത്രോസ് തന്നെ തള്ളിപ്പറയും 3 തവണ എന്ന് യേശുവിന് So അറിയാമായിരുന്നു. he was prepared for the cross. അതുകൊണ്ട് ക്രൂശിന് വേണ്ടി യേശു ഒരുങ്ങി. But there was some pain that even took Jesus by surprise. എന്നാൽ ചില വേദന യേശുവിനെ പോലും ആശ്ചര്യപ്പെടുത്തി. In Matthew 14 verse 12 to 13, Jesus is getting a news that John the Baptist was beheaded. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്നതായിട്ടുള്ള കാര്യം പറയുകയാണ്. And his disciples came and told Jesus about it. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ആ വാർത്ത പറയുകയാണ്. It was news for Jesus. അത് യേശുവിനും അതൊരു വാർത്തയായിരുന്നു. When Jesus heard it, he departed from that place, went to a deserted place by himself. യേശു അത് കേട്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിപ്പോയി താൻ മരുഭൂമിയിലേക്ക് ചെന്നു. You know, John the Baptist was his cousin. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത് തന്റെ കസിനാണ്. He was a foreigner to Jesus. യേശുവിന് മുമ്പാകെ വഴി തെളിച്ചതായിട്ടുള്ള വ്യക്തിയാണ്. Jesus handled his grief. യേശു ആ വിഷമം കൈകാര്യം ചെയ്യുക. And in his grief he withdrew to be alone with his Father. താൻ പിതാവുമായിട്ട് ഒറ്റയ്ക്കായിരിക്കാനായിട്ട് യേശു വാങ്ങിപ്പോയി. There are sudden storms that can come in. പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ചില ചുഴലിക്കാറ്റുകളുണ്ട്. Oh, I wrote like this. ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. When the sudden storm comes in, പെട്ടെന്ന് ആ കാറ്റുകൾ വരുമ്പോൾ storm into the presence of God. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ സാന്നിധ്യത്തിലേക്ക് പെട്ടെന്ന് കയറി When the sudden storm comes in, പെട്ടെന്ന് ആ ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ don't think you can wait there like that. അവിടെ അങ്ങനെ തന്നെ നിൽക്കാമെന്ന് കരുതരുത്. Storm into the presence of God. ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുക. Run into the presence of God. ദൈവ സാന്നിധ്യത്തിലേക്ക് Because ഓടിച്ചെല്ലുക. the name of the Lord is a strong tower. കാരണം ദൈവത്തിന്റെ നാമം ബലമുള്ള The righteous ഗോപുരമാകുന്നു. run in and they are saved. നീതിമാൻ അവിടെ ചെന്ന് അഭയം The പ്രാപിക്കും. sudden storm may come in. ഒരു പക്ഷേ പെട്ടെന്നുള്ള ചുഴലിക്കാറ്റുകൾ വരാം. But don't think in your arrogance and pride you can face it. എന്നാൽ നിങ്ങളുടേതായിട്ടുള്ള ആ ചിന്തയിലും അഹങ്കാരത്തിലും നിങ്ങൾ വിചാരിക്കരുത്, അതായത് എനിക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോവുക. Hallelujah. Hallelujah. You will become a greater storm. നിങ്ങൾ ഒരു വലിയ കൊടുങ്കാറ്റായി മാറും. Hallelujah. ഹല്ലേലൂയ. How to build faith in the midst of pain. വേദനയുടെ മധ്യേ എങ്ങനെ നമുക്ക് വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ കഴിയും? First of all, acknowledge that you have pain. ഏറ്റവും ആദ്യമായിട്ട് അതായത് വേദന ഉണ്ടെന്നുള്ളത് സമ്മതിക്കുക. Jesus said, my soul is deeply troubled. യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ആത്മാവ് ഏറെ വിഷാദിച്ചിരിക്കുന്നു. Should I pray, Father, save me from this hour, but this reason I came. ഞാൻ പ്രാർത്ഥിക്കണമോ, പിതാവേ എന്നെ ഈ നാഴികയിൽ നിന്ന് കടന്നു പോകാൻ അനുവദിക്കണമേ എന്നുള്ളത്? പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് ഈ കാരണത്തിന് വേണ്ടിയാണല്ലോ. Jesus acknowledged that his soul was troubled. യേശു അവിടെ അംഗീകരിക്കുകയാണ് തന്റെ ആത്മാവിന് ഒരു പ്രയാസമുണ്ട് എന്നുള്ളത്. Many people have difficulty accepting that they are troubled. പല വ്യക്തികൾക്കും അവർക്കൊരു പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കാൻ പറയാൻ പ്രയാസമാണ്. In the aftermath of my brother died, I knew I was troubled. എൻ്റെ സഹോദരൻ മരിച്ചു പോയപ്പോഴത്തേക്കും എനിക്ക് അറിയാമായിരുന്നു എനിക്ക് പ്രയാസമുണ്ടാവും. I called a man of God.
ഞാനൊരു ദേവദാസനെ വിളിച്ചു. and I said, "Man of God, ഞാൻ ദേവദാസനെ ചോദിച്ചു, can you give me a shoulder to cry whenever I need to cry?" എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം എനിക്ക് കരയുവാനായിട്ട് ഒരു തോൾ തരാമോ? He said, "Sure, give me a call." അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എന്നെ വിളിച്ചാൽ മതി. Don't try to be a macho man when Jesus himself was not a macho man. യേശുക്രിസ്തു ഒരു മാച്ചോമാൻ ആകാത്തപ്പോൾ നിങ്ങൾ അങ്ങനെ ആകാൻ ശ്രമിക്കരുത്. It is humility to accept that you have pain. നിങ്ങൾക്ക് വേദനയുണ്ട് എന്ന് അംഗീകരിക്കുന്നത് താഴ്മയാണ്. Faith can then work because pain is acknowledged. Faith works because pain is acknowledged. ആ വേദന നിങ്ങൾ അംഗീകരിച്ചു കഴിയുമ്പോഴത്തേക്കും വിശ്വാസത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. Faith is lost when pain is ignored or acknowledged. വേദന നാം സമ്മതിക്കാത്തപ്പോൾ അല്ലെങ്കിൽ മാറ്റി വെക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. I want to tell you a difficult truth right now. ഞാൻ ഇന്ന് വേദനിക്കുന്ന അല്ലെങ്കിൽ പ്രയാസമായിട്ടുള്ള ഒരു സത്യം നിങ്ങളോട് പറയട്ടെ. In the last few weeks, കഴിഞ്ഞ 3 ആഴ്ചകളിൽ John 8:32, the Lord was ministering to me. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റേതായിട്ടുള്ള 32-ാമത്തെ വാക്യം കർത്താവ് എന്നോട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. And Jesus is saying, "You shall know the truth, and the truth shall make you free." യേശുക്രിസ്തു പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. When I was going through this pain and I was reflecting on this, ഞാൻ ഈ വേദനയിലൂടെ കടന്നുപോയി ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ I sensed the Holy Spirit telling to me, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ മനസ്സിലാക്കി. "It is not the convenient truth that sets you free. നിനക്ക് സൗകര്യമുള്ള ശക്തി അല്ലെ സത്യമല്ല നിന്നെ വിടുവിക്കുന്നത്. You shall know the difficult truth, and that difficult truth will set you free. പ്രയാസമുള്ള സത്യം നീ അറിയുകയും ആ സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. You shall know some painful truths, and that painful truth can set you free." വേദനയുള്ളതായിട്ടുള്ള ചില സത്യങ്ങൾ നീ അറിയുകയും അങ്ങനെയുള്ള സത്യം നിന്നെ വിടുവിക്കുകയും ചെയ്യും. I rose up from the bed in the middle of the night. ഞാൻ രാത്രി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. And I said, "Jesus, download the difficult truth and the painful truths in me." ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ അകത്തേക്ക് അപ്രകാരം വേദനിപ്പിക്കുന്ന സത്യമാണെങ്കിലും കർത്താവേ ഇടണമേ എന്ന് ഞാൻ And the truth shall set, that difficult truth set me free on that night. അതോടൊപ്പം തന്നെ അന്ന് രാത്രി കർത്താവ് അങ്ങനെ തന്ന സത്യം എന്നെ വിടുവിക്കുകയും ചെയ്തു. And my wife was sleeping next to me. I woke her up. എന്റെ ഭാര്യ അടുത്ത് കിടക്കുകയായിരുന്നു. ഞാൻ അവളെ എഴുന്നേൽപ്പിച്ചു. And I told her, "I want to tell some difficult truths about my life." അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രയാസമുള്ള സത്യങ്ങൾ പറയുവാനുണ്ട്. And I asked the man of God, "Can you give me an appointment?" അപ്പോൾ ഞാൻ ആ ദേവദാസനോട് ചോദിച്ചു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരാമോ? I told the man of God, "I want to tell you some difficult truths about my life." ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില പ്രയാസമുള്ള സത്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. I am okay if you feel bad about me. എന്നെ കുറിച്ച് ഇച്ചിരി മോശമായിട്ട് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. But the difficult truth set me free. എന്നാൽ ആ പ്രയാസമുള്ളതായിട്ടുള്ള സത്യങ്ങൾ എന്നെ വിടുവിച്ചു. So acknowledge that you have pain. അതുകൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടെന്ന് മനസ്സിലാക്കുക. Second, seek help. രണ്ടാമതായിട്ട് നിങ്ങൾ സഹായം അന്വേഷിക്കുക. In your deepest pain, do not hesitate to ask help. നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയിൽ നിങ്ങൾ സഹായം ചോദിക്കുന്നത് അതിന് മടിക്കരുത്. Jesus needed spiritual support. യേശുവിനും ആത്മീയമായിട്ടുള്ള സപ്പോർട്ട് ആവശ്യമായിരുന്നു. In the garden of Gethsemane, he took the 12, he took the 11. ഗെത്സമനെ തോട്ടത്തിൽ അവിടെ അവർ 11 പേരെയും കൊണ്ടുപോയി. And then he took further away, he took Peter and James and John. അതിനുശേഷം പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ടുപോയി. He told them, "Watch, stay here, watch." അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ജാഗരിക്കുക എന്ന് പറയുക. The word watch is closely associated with the word pray. പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ജാഗരിക്കുക എന്നുള്ള അർത്ഥമാണ്. So Son of God wanted spiritual support. അതുകൊണ്ട് അവിടെ ദൈവപുത്രനും അവിടെ ആത്മീയമായിട്ടുള്ള പിന്തുണ ആവശ്യമായിരുന്നു. If the great shepherd needed spiritual support, how much more that you and I need? ഈ മഹാ ഇടയന് ആത്മീയമായിട്ടുള്ള പിന്തുണ ആവശ്യമാണെങ്കിൽ എത്ര അധികം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. Hallelujah. 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 He said he began to be sorrowful and extremely, he was deeply distressed, Jesus. അവിടെ നാം കാണുകയാണ് യേശുക്രിസ്തു ഏറെ ഭാരപ്പെട്ടു എന്ന് തിരുവചനം പറയുകയാണ്. He said, "My soul is exceedingly sorrowful even to death." എന്റെ ആത്മാവ് മരണപര്യന്തം എന്ന പോലെ ഏറെ വിഷാദിച്ചിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു. He did not look at himself as his image. തന്റെ പ്രതിച്ഛായക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും കർത്താവ് ചിന്തിച്ചില്ല. Oh, what will others think that I am the Son of God? ഞാൻ ദൈവപുത്രനൊക്കെ ആണല്ലോ, ഞാൻ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചില്ല. Seek help. നിങ്ങൾ സഹായം അന്വേഷിക്കുക. Third, I want you to receive the comfort of the Holy Spirit. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം സ്വീകരിക്കുക. 2 Corinthians 1 verse 3 to 5. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Blessed be the God and the Father of our Lord Jesus Christ, the Father of mercies and the God of all comfort, who comforts us in all our tribulation, that we may be able to comfort those who are in trouble with the comfort with which we ourselves are comforted by God. For as the suffering of Christ abounded in us, so our consolation also abounds through Christ.
മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. The Holy Spirit can comfort us. പരിശുദ്ധാത്മാവിന് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ He കഴിയും. can comfort you in your tribulation, whether it is unanswered prayer, delayed marriage, your job situation, whatever it is. നിങ്ങളുടെ കഷ്ടങ്ങൾ എന്തു തന്നെയാണെങ്കിലും, ഒരുപക്ഷെ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയാണെങ്കിലും, അല്ലെങ്കിൽ ചില കാര്യങ്ങളുള്ള താമസമാണെങ്കിലും, നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിലും ഒക്കെ കർത്താവിന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ He is the കഴിയും. God of all comfort. സകല ആശ്വാസത്തിന്റെയും ദൈവമെന്നാകുന്നു ഈ ദൈവത്തെ പറയുന്നത്. Every comfort that you need. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുമുള്ള ആശ്വാസം Oh, ദൈവത്തിന് He നൽകുവാൻ കഴിയും. comes and He gives you the comfort. ദൈവം വന്ന ആ ആശ്വാസം ദൈവം നമുക്ക് നൽകും. Hallelujah. Hallelujah. Many years ago, I had to visit a widow. അനേക വർഷങ്ങൾക്ക് മുമ്പാകെ എനിക്കൊരു വിധവയെ സന്ദർശിക്കേണ്ടതായി ഉണ്ടായിരുന്നു. Her cousin took me to the home. തന്റെ കസിൻ എന്നെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. And I was thinking, Lord, what can I talk to her? ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ത് ഈ സ്ത്രീയോട് പറയുവാൻ കഴിയും. But when I went there, the Holy Spirit began to speak through me. എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുവാൻ തുടങ്ങി. I just spoke for 2 minutes. ഞാൻ 2 മിനിറ്റേ സംസാരിച്ചു. I prayed and I left the home. ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. And I was not sure whether it ministered to her or not. എനിക്കും ഉറപ്പില്ലായിരുന്നു ആ പറഞ്ഞത് അവരെ സഹായിച്ചോ ആശ്വസിപ്പിച്ചോ. When I was stepping into that house, I just asked, Holy Spirit, would you come and minister? ഞാൻ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവെ അങ്ങ് വന്ന് ഇവിടെ ശുശ്രൂഷിക്കുമോ? I am not a spirit of comfort. ഞാനല്ല ആശ്വാസത്തിൻ്റെതായിട്ടുള്ള The ആത്മാവ്. Holy Spirit is a spirit of comfort. പരിശുദ്ധാത്മാവാണ് ആശ്വാസത്തിന്റെ But ആത്മാവ്. we become the channel that brings in the comfort. എന്നാൽ ആ ആശ്വാസം കൊണ്ടുവരുന്ന ചാനലാകുവാൻ നമുക്ക് കഴിയും. 4 months down the line, 4 മാസം കഴിഞ്ഞപ്പോൾ I met her in a hotel. ഞാൻ വീണ്ടും ഒരു ഹോട്ടലിൽ അവരെ കാണുവാനിടയായി. And she told me what you spoke to my daughter. അപ്പോൾ അവർ എന്നോട് പറയുകയായിരുന്നു, അന്ന് താങ്കൾ എൻ്റെ മകളോട് സംസാരിച്ചത്. I spoke to the widow, but her daughter was also listening. അപ്പോൾ ഞാൻ ആ വിധവയായ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവരുടെ മകളും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. But it ministered to the daughter. എന്നാൽ അത് മകളോട് ഇടപെട്ടു എന്ന് പറയുകയായിരുന്നു. The Holy Spirit comfort is real. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. I want to tell you, as much as pain may be real, എത്രമാത്രം പ്രഭാതവും രാത്രിയും അതൊരു സത്യമാണോ, the Holy Spirit, the comfort of the Holy Spirit is more real. അതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം സത്യമാണ്. Hallelujah. Hallelujah. I want to talk to you about one last point, which is from the book of Psalm 84. അപ്പോൾ സങ്കീർത്തനം 8 അധ്യായത്തിൻ്റെതായിട്ടുള്ള 84 verse 5 to 7. സങ്കീർത്തനം 84 അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. You know, one thing that prepares us for pain നമുക്ക് വേദനയ്ക്ക് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരുങ്ങുവാൻ സഹായിക്കുന്ന കാര്യം is the word of God. ദൈവവചനം. Not that the word of God that we read when we go through pain, but the word of God that has been built up inside us. ഒരുപക്ഷെ നാം വേദനയിലൂടെ പോകുമ്പോൾ വായിക്കുന്ന വചനം എന്നല്ല അർത്ഥം പറയുന്നത്. അതായത് നമ്മുടെ വചനം കൊണ്ട് നമ്മെ തന്നെ പണിതുയർത്തുകയാണെങ്കിൽ That can also help you. തീർച്ചയായിട്ടും നാം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കുന്നതും സഹായിക്കാൻ പറ്റും. But there is a built up word inside you. എന്നാൽ നിങ്ങളുടെ അകത്ത് പണിതുയർത്തിയിരിക്കുന്നതായുള്ള വചനമുണ്ട്. And this was the built up word that God was building me for 1 week, 2 weeks when I was about to meet when I heard the news of my brother's death. എൻ്റെ സഹോദരൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അതിനു മുമ്പാകെ 1-2 ആഴ്ചയായിട്ട് ദൈവം ഈ വചനങ്ങളാൽ എന്നെ പണിതുയർത്തുകയായിരുന്നു. And this is the word, blessed is the man whose strength is in you, whose heart is set on pilgrimage, as they pass through the valley of Baca. They make it a spring. The rain also covers with pools. They go from strength to strength. Each one appears before God in Zion. ആ വാക്യങ്ങൾ ഇങ്ങനെ ആകുന്നു: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർക്ക് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. The valley of Baca represents a place of hardship, sorrow and struggle. കണ്ണുനീരുടേതായിട്ടുള്ള താഴ്വര അല്ലെങ്കിൽ ബാക്ക താഴ്വര എന്ന് പറയുന്നത് പ്രയാസത്തിന്റെയും കഷ്ടതയുടെയും കണ്ണുനീരുടെയും താഴ്വരയാണ്. It is a place of tears. അത് കണ്ണുനീരിന്റെ താഴ്വരയാണ്. But it is for those that
the Bible says there are a people whose heart is set on pilgrimage. എന്നാൽ തിരുവചനം പറയുന്നത് ഇപ്രകാരമുള്ള ചില വ്യക്തികളുണ്ട്, അവർ സിയോനിലേക്കുള്ള യാത്രയിൽ അവരുടെ കണ്ണുകളെ ഉറപ്പിച്ചിരിക്കുന്നു. The valley of Baca becomes a transformative place. അപ്പോൾ ഈ കണ്ണുനീർ താഴ്വര എന്ന് പറയുന്നത് രൂപാന്തരത്തിൻ്റെതായിട്ടുള്ള ഒരു സമയമായി മാറുകയാണ്. That leads directly into the presence. അത് ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ്. You know, the valley of Baca teaches us the quickest way to God is offered through suffering and reliance on God. കണ്ണുനീർ താഴ്വര നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത് കഷ്ടതയും അതോടൊപ്പം തന്നെ കർത്താവിലുള്ള ആശ്രയത്വവും It is മുഖാന്തരമാണ്. not a literal shortcut, അത് ഒരു കുറുക്കു വഴിയല്ല, but a spiritual principle. എന്നാൽ ആത്മീയമായിട്ടുള്ള തത്വമാണ്. That when you seek God wholeheartedly in your pain, നാം സകല ഹൃദയത്തോടുകൂടെയും നാം നമ്മുടെ വേദനയിൽ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ you will find your way more quicker and more deeper. നാം ആഴത്തിലും പെട്ടെന്നും ദൈവത്തിങ്കിലേക്കുള്ള ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വഴി The കണ്ടുപിടിക്കും. Bible says each one, nobody is excluded, stands before God in Zion. തിരുവചനം പറയുകയാണ്, ആരെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ That ചെന്നു. is why, hallelujah, the answer is not the answer is God himself. അതുകൊണ്ടാകുന്നു ആ ഉത്തരമല്ല യഥാർത്ഥത്തിലുള്ള ഉത്തരം, എന്നാൽ ദൈവമാകുന്നു ഉത്തരം. That is how your faith shall work even in the midst of the deepest pain. അങ്ങനെയാകുന്നു ആഴത്തിലുള്ള വേദനയുടെ മധ്യത്തിലും നാം വിശ്വാസത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. When I saw the scripture where Jacob was saying, God, I refuse to be comforted. യാക്കോബ് ഇപ്രകാരം പറയുന്നത്, അതായത് കർത്താവെ എനിക്ക് ആശ്വസിക്കപ്പെടുവാൻ എനിക്ക് ഒരുക്കമല്ല എന്ന് പറയുന്ന ആ ഭാഗം കണ്ടപ്പോൾ, But I said to Lord, I refuse not to be comforted. എന്നാൽ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ എനിക്ക് ആശ്വാസം എന്തായാലും കിട്ടിയേ പറ്റൂ. We will go into a place where we'll seek God more deeper and quicker. നാം ആഴത്തിലും പെട്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം വരും. I just request the worship team to be back on the stage. ഇപ്പോൾ വർഷിപ്പ് ടീം സ്റ്റേജിൽ വന്നാട്ടെ. Let's just rise up. Hallelujah. നമുക്ക് എഴുന്നേൽക്കാം. I want every eye to be closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. You know, I don't have any answers for why something is being delayed or why something has been taken from your life. എനിക്ക് ഉത്തരങ്ങളില്ല. ഒരു പക്ഷേ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എടുത്ത് മാറ്റപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച്. But I want to tell you today, one person is here. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഇവിടെ ഒരു വ്യക്തിയുണ്ട്. His name is the Holy Spirit. ആ വ്യക്തി പരിശുദ്ധാത്മാവാണ്. And he is ready to come before you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വരുവാൻ Hallelujah. താല്പര്യമുള്ള Are you willing to acknowledge pain? നിങ്ങളുടെ വേദന, I want every eye to be closed, please. നിങ്ങളുടെ വേദന നിങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണ്. എല്ലാ If you കണ്ണുകളും are അടഞ്ഞിരിക്കട്ടെ. going through any kind of pain, നിങ്ങൾ എന്തെങ്കിലും ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, it can be a job loss or financial constraints, ഒരു പക്ഷേ നിങ്ങളുടെ ജോലി പോയതായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം, or you need healing in your body, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട സൗഖ്യത്തെക്കുറിച്ചായിരിക്കാം, or it can be painful relationships, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലുള്ള വേദനയായിരിക്കാം, pain of rejection, തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദനയായിരിക്കാം, death of loved one. നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിനെ കുറിച്ചുള്ള വേദനയായിരിക്കാം. It can be anything. എന്ത് വേണമെങ്കിലും It can be a failure. അതൊരു പക്ഷെ ഒരു പരാജയമായിരിക്കും. Repeatedly you are failing in your exams. നിങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ പരീക്ഷകളിൽ പരാജയപ്പെടുന്നു. You have been praying long for healing. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. Any kind of pain. എന്ത് വേദനയാണ്, It does not matter whether it is big or small. അത് ചെറുതോ വലുതോ എന്നുള്ളത് വിഷയമല്ല. The answer is not in the theology. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് The ദൈവശാസ്ത്രത്തിലല്ല. answer is in the presence of God himself. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. You can make it a spring. That is what Psalm 84 says. അത് ഒരു നല്ല സമയമാക്കി മാറ്റുവാൻ, വസന്തകാലമാക്കുവാൻ കഴിയുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. And today God wants you to go from strength to strength. ദൈവത്തിന് ആഗ്രഹം നിങ്ങൾ ഇന്ന് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പ്രവേശിക്കണമെന്നാണ്. And each one appears before God. ഓരോരുത്തരും ദൈവമുമ്പാകെ സന്നിഹിതനാകുമ്പോൾ, If you want healing from deep pain, നിങ്ങളുടെ ആ വലിയ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ, it can be sickness, whatever it can be. അത് എന്ത് വേണമെങ്കിലും ആകട്ടെ, I just want you to raise your hands up. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Just raise your hands up. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. I want to tell to you, I am not the healer. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനല്ല സൗഖ്യപ്പെടുത്തുന്നത്. The healer is the Holy Spirit. സൗഖ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. Hallelujah. I sense there is a tremendous comfort coming upon some people. ചില വ്യക്തികളുടെ മേൽ ശക്തമായിട്ടുള്ള ആശ്വാസം കടന്നു വരുന്നു. I sense God crying with some people. ദൈവം ചില വ്യക്തികളുടെ കൂടെ കരയുന്നതായിട്ട് ഞാൻ കാണുന്നു. As a step of faith, I want you to step from your seat and come forward.
ഒരു വിശ്വാസത്തിന്റെ ചുവടായിട്ട് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ മുന്നോട്ട് വന്നാൽ I want to tell to you there is a rich presence of God that God wants you to enjoy. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വലിയ ഒരു സാന്നിധ്യം നിങ്ങൾ ആസ്വദിക്കണമെന്നാണ്. A presence that a man cannot comprehend this presence. ഈ സാന്നിധ്യത്തെ കുറിച്ച് ഒരുപക്ഷെ മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. I want to request the leaders right now to come forward. ലീഡേഴ്സ് മുന്നോട്ട് വരാനായിട്ട് ഞാൻ ചോദിക്കുന്നു. Just come here to front and let's get some space in the front. You know, Jesus said, "My soul is deeply troubled." യേശു പറഞ്ഞു, എൻ്റെ ആത്മാവ് ഏറെ കലങ്ങിയിരിക്കുന്നു. And if Jesus said that, യേശു വരെ അത് പറഞ്ഞു. there is humility when we say, "My soul is deeply troubled." എൻ്റെ ആത്മാവ് ഏറെ കലങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ താഴ്മയുണ്ട്. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റു നീ കഴുകേണമേ. എന്നേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റം നീ കഴുകേണമേ. എന്നേശുവേ നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശു, ഹല്ലേലൂയ പറഞ്ഞാൽ യേശുവാണ് എൻ്റെ ഉത്തരം. Jesus is my answer. Just tell him, Lord, I don't know the answers. കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് ഇതിന്റെ ഉത്തരങ്ങൾ അറിയുകയില്ല. പക്ഷെ നീയാണ് എൻ്റെ ഉത്തരം. But Lord, you are my answer. You're all I need, Lord. കർത്താവേ അങ്ങ് മാത്രമാണ് എനിക്ക് ആവശ്യം. I want to be face to face with you. കർത്താവേ അങ്ങയോട് അഭിമുഖമായി എനിക്കാകണം. Because face to face with you is a promise, God, that you have given to us. കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന വാഗ്ദത്തമാണല്ലോ അഭിമുഖമായി നിങ്ങൾക്ക് ആകാൻ കഴിയുമെന്നുള്ളത്. And you are the answer that we seek today. കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഉത്തരം അങ്ങയുടെ സാന്നിധ്യമാണ്. In the deepest pain, Lord, ഞങ്ങളുടെ ഏറ്റവും വലിയ വേദനയുടെ മധ്യേ build our faith. കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ പണിയണം. Make us a healing to the nations. കർത്താവേ രാജ്യങ്ങൾക്ക് ഞങ്ങളെ ഒരു സൗഖ്യമാക്കി മാറ്റണം. Make us a healing to our homes, Lord. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ഞങ്ങളെ ഒരു സൗഖ്യമാക്കണം. I may not know everything, എനിക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ അറിയുകയില്ല, but I want to know you, Lord. എന്നാൽ എനിക്ക് അങ്ങേ അറിയണം. Let that be the cry of our heart today, Lord. ഇത് ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ കരച്ചിലാകട്ടെ. മനോഭാരങ്ങൾ, വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നു പോകും. എൻ മനോഭാരങ്ങൾ, വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നു പോകും. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ
എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നത് ദൈവം ഇന്നൊരു ബാം അപ്ലൈ ചെയ്യുന്നത് പോലെ, ഒരു ബാം പുരട്ടുന്നത് പോലെ ചില വ്യക്തികളുടെ ആത്മാവിലേക്ക് ആഴത്തിലുള്ള സൗഖ്യം റിലീസ് ചെയ്യും. ആഴത്തിലുള്ള സൗഖ്യം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വേദനയിൽ നിന്ന് എനിക്ക് മോചനമില്ല എന്നുള്ള ചിന്തകളുടെ ആ കെട്ട് അറ്റ് കളയുന്നതായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. ഇന്ന് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, ഇതിനെ എനിക്ക് ദൈവത്തിൻ്റെ സഹായത്തോടെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സഹായത്തോടെ എനിക്ക് ജയിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സഹായത്തോടെ എനിക്ക് ജയിക്കുവാൻ കഴിയും. മനസ്സ് പുതുക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നു. ഇന്ന് ആ തീരുമാനം നാം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കുന്നു. ഒരു വേദന മാറ്റുന്ന ബാം എപ്രകാരം നാം ശരീരത്തിൽ അപ്ലൈ ചെയ്യുമോ അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ സ്നേഹത്തോടെ വന്ന്, നമ്മുടെ വേദനയെക്കുറിച്ച് കരുതുന്ന കർത്താവ് സ്നേഹത്തോടെ വന്ന് ആ ബാം അപ്ലൈ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വേദനയുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തെറ്റായിട്ടുള്ള ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ശക്തി ഞങ്ങൾ തകർക്കുന്നു. അതിൻ്റെ ശക്തി ഞങ്ങൾ തകർക്കുന്നു. എല്ലാ ചങ്ങലകളും തെറ്റായിട്ടുള്ള ആശ്വാസം സ്വീകരിക്കാത്ത ആ തെറ്റായിട്ടുള്ള എല്ലാ ചങ്ങലകളും, തെറ്റായിട്ടുള്ള എല്ലാ ചിന്തകളുടെ ചങ്ങലകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് തകർക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന ബലം, ആശ്വസിപ്പിക്കുന്ന ആ ശക്തി ഓരോ വ്യക്തികളിലേക്കും ഒഴുകട്ടെ. ചില സൗഖ്യങ്ങൾ ശരീരമണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. രക്തത്തിലുള്ളതായിട്ടുള്ള ചില ഡിഫറൻസസ് കർത്താവ് അതിനെ സൗഖ്യപ്പെടുത്തുന്നു. BP സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് സൗഖ്യം റിലീസ് ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. മനസ്സിന്റെ വിഷാദത്തിൽ നിന്ന് വരുന്ന ശരീരത്തിലേക്ക് വ്യാപരിക്കുന്ന രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. മനസ്സിൻ്റെതായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. Hallelujah. I sense the Lord breaking every lie of regrets. എല്ലാ കുറ്റബോധത്തിൻ്റെതായിട്ടുള്ള നുണകളെ കർത്താവ് തകർക്കുകയാണ്. Somehow somebody here who's walked in, you're feeling burdened by regret. You're regretting. നിങ്ങൾ എന്തോ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ചിന്തയോടുകൂടെ കടന്നു വന്ന ആരോ. I sense the comfort of the Holy Spirit right now. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം ഇപ്പോൾ ഞാൻ കാണുകയാണ്. The Holy Spirit comfort right now. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം. Every condemnation we break that in Jesus name. എല്ലാ കുറ്റാരോപണങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. Hallelujah. Some regrets because of some disease inside you. നിങ്ങളുടെ അകത്തുള്ള ചില അസുഖങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ I break that in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഉടയ്ക്കുന്നു. Break that in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ തകർക്കുന്നു. Hallelujah. Today I sense the Lord saying, I am going to break the arrows of lies that the enemy has put into your life. ശത്രു നിങ്ങളുടെ എതിരെ ചെയ്തിരിക്കുന്ന അമ്പുകളെ ഞാൻ ഇന്ന് തകർക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Every arrow of lie. Hallelujah. എല്ലാ നുണയുടെ അമ്പുകളും Oh, I pray that it will be destroyed right now in Jesus name. ഇപ്പോൾ തന്നെ അത് യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. Lie that wants to break relationships. വ്യക്തിബന്ധങ്ങളെ തകർക്കുവാൻ കാരണമായ നുണകൾ I break that in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവയെ തകർക്കുന്നു. Oh, hallelujah. Hallelujah. Hallelujah.
I sense the Lord healing neck pain. കർത്താവ് കഴുത്തിന്റെ വേദനകളെ സൗഖ്യമാക്കുന്നത് ഞാൻ കാണുകയാണ്. Some pain with regard to your head. നിങ്ങളുടെ തലയിലുള്ള എന്തോ വേദന. Hallelujah. I sense the Lord breaking that. കർത്താവ് അതിനെ തകർക്കുകയാണ്. Your back pain. Hallelujah. Shoulder pain right now. നിങ്ങളുടെ തോളിലുള്ള വേദന, നടുവിന്റെ വേദന, Every lung related infection, some problem in the lungs, I speak healing right now. എല്ലാ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അണുബാധ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ അതെല്ലാം സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. Some fear. Hallelujah. ചില ഭയങ്ങൾ, You know there is stent in your body, stent. നിങ്ങളുടെ ആരുടെ അകത്ത് സ്റ്റെന്റ് ഉള്ളത്, And you are afraid of it. നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെട്ട് നിൽക്കുന്നു. I want to pray. Hallelujah. Even your stent is in control of God. ഞാൻ പ്രാർത്ഥിക്കുകയാകുന്നു നിങ്ങളുടെ സ്റ്റെന്റ് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാകട്ടെ. Just put your heart in your chest. If you're watching online, you have a stent in your body. നിങ്ങൾ ആരെങ്കിലും സ്റ്റെന്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഓൺലൈൻ ആണെങ്കിൽ, My stent is in God's control. എന്റെ സ്റ്റെന്റ് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞാൽ It is in God's hands. അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. Hallelujah. Hallelujah. I will not be afraid. ഞാൻ ഭയപ്പെടുകയില്ല. No matter what. Hallelujah. അത് എന്ത് തന്നെയാണ്. I kick out fear from my life. എന്റെ ജീവിതത്തിൽ ഞാൻ ഭയത്തിനെ ചവിട്ടി പുറത്താക്കുന്നു. Fear of accidents, I rebuke that in Jesus' mighty name. ആക്സിഡന്റുകളെ കുറിച്ചുള്ള ഭയം യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു. Psalm 121, He will not let you stumble, slip or fall. സങ്കീർത്തനം 121 പറയുന്നത് ദൈവം നിന്റെ കാൽ വഴുതുവാനും അനുവദിക്കുകയില്ല, നിന്നെ വീഴുവാനും അനുവദിക്കുകയില്ല. He's breaking some patterns in families. ചില കുടുംബങ്ങളിലെ ചില രീതികൾ കർത്താവ് തകർക്കുകയാണ്. Heart attacks, He's breaking the pattern. ഹൃദയാഘാതത്തിൻ്റെതായുള്ള രീതികൾ യേശു തകർക്കുകയാണ്. Epilepsy is breaking the pattern. അപസ്മാരത്തിൻ്റെതായുള്ള രീതികൾ യേശു തകർക്കുകയാണ്. Blood sugar is breaking the pattern. പ്രമേഹത്തിൻ്റെതായുള്ള രോഗം യേശു തകർക്കുകയാണ്. Cholesterol, I pray, breaking the pattern. കൊളസ്ട്രോളിൻ്റെതായുള്ള പ്രശ്നം യേശു തകർക്കുകയാണ്. BP is breaking the pattern. BP അമിതമാകുന്ന യേശു തകർക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. I sense the Lord saying, കർത്താവ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. some of you are in deep pain because your children have not married. നിങ്ങളിൽ ചിലർ വലിയ വേദനയിലായിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹമായിട്ടില്ല. I want to pray, hallelujah, ഞാൻ പ്രാർത്ഥിക്കുകയാണ് right now, ഇപ്പോൾ that God is the answer. ദൈവമാകുന്ന ഉത്തരം. You know what that means? അതിന്റെ അർത്ഥം എന്താണെന്ന് That അറിയാമോ? God will bring the spouse for your child. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ആ വ്യക്തിയെ കൊണ്ടുവരും. God is the answer. ദൈവമാകുന്ന ഉത്തരം. Hallelujah. Some of you are having deep pain because there are barrenness. നിങ്ങൾ ചിലർക്ക് ആ വലിയ വേദന ഉണ്ടാവാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ. I was talking to a husband whose wife had 22 miscarriages. ഞാൻ ഈ അടുത്ത ഒരു ഭർത്താവിനോട് സംസാരിക്കാൻ, തന്റെ ഭാര്യയ്ക്ക് 22 മിസ്കാരേജസ് ആണ് സംഭവിച്ചത്. But they are also looking for a child. Hallelujah. എന്നാൽ ഇപ്പോഴും അവർ ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കുന്നു. That is faith in the midst of pain. അതാകുന്നു വേദനയുടെ മധ്യയുള്ള വിശ്വാസം. That is faith in the midst of pain. അത് വേദനയുടെ മധ്യയുള്ള വിശ്വാസം. Even barrenness, hallelujah, there is a faith that will come. Hallelujah. അവിടെ ആ കുഞ്ഞുങ്ങളില്ലാത്ത അനുഭവത്തിലും അവിടെ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. You can go back to your seats. എല്ലാവരും നിങ്ങളുടെ If you want to have prayer, I want to tell you there is a prayer line after this. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഈ സർവീസിന് ശേഷം ഒരു പ്രയർ ലൈൻ ഉണ്ടാകും. But don't go home broken. നിങ്ങൾ തകർന്ന ഭവനത്തിലേക്ക് പോകരുത്. Hallelujah. ഹല്ലേലൂയ. Don't live our lives in brokenness. നിങ്ങൾ തകർച്ചയിലല്ല ജീവിക്കേണ്ടത്. If there is pain, it is telling attention. ആ വേദന ഉണ്ടെങ്കിൽ അത് ശ്രദ്ധ ചോദിക്കുകയാണ്. Lord, I want to pray right now. കർത്താവേ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു For everybody who is having pain. വേദനയുള്ള ഏവരും. Some of you watching me online. Hallelujah. ചിലർ ഓൺലൈൻ കാണുന്നു. Let the power of God come to you like a storm. ദൈവത്തിന്റെ ശക്തി ഒരു ചുഴലിക്കാറ്റ് പോലെ നിങ്ങളുടെ അടുക്കിലേക്ക് വരട്ടെ. Hallelujah. ഹല്ലേലൂയ. Father, I pray that you are the answer to our prayer. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഉത്തരമാകുന്നു. Hallelujah. That will resonate in our hearts. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങട്ടെ. Thank you, Father. In Jesus' mighty name I pray. നന്ദി പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.